ഇതുപോലൊരു നട്ടുച്ച വെയില്, ഇതുപോലൊരു ഓഡിറ്റോറിയം, ഇത് തന്നെ ഓഡിറ്റോറിയം, ഇതുപോലെ ഇവരുടെ ആവേശം. അന്ന് ഇതുപോലെ നോമ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കി. അപ്പൊ ആ നട്ടുച്ച വെയിലത്ത് ഇതുപോലെ ഈ ആൾക്കൂട്ടം ഈ ഓഡിറ്റോറിയത്തിൽ ഈ കസേരയിലേക്ക് എന്നെ ആനയിച്ചിരുത്തി. ആ ഇരുത്തിയത് സ്റ്റേജിലെ കസേരയിലേക്ക് മാത്രമായിരുന്നില്ല, തങ്ങളെ എന്നെ ഇരുത്തിയത് ഇന്ത്യൻ പാർലമെന്റിലേക്കായിരുന്നു എന്നുള്ളത് ഈ ജനതയുടെ തീരുമാനമായിരുന്നു. ഞാൻ നന്ദിയോടെ കടപ്പാടോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്ക് നൽകിയത് കൊയിലാണ്ടിയാണ്. അതേ കൊയിലാണ്ടിയിൽ അതേ നട്ടുച്ചയ്ക്ക് ഇതുപോലൊരു വെയിലത്ത് ഈ വേദിയിലേക്ക് ഇന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സാരഥിയെ തോളിലേറ്റി പ്രവർത്തകർ ഇപ്പൊ ഈ കസേരയിലേക്ക് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ജനതയുടെ അംഗീകാരത്തോടെ, ഹൃദയാംഗീകാരത്തോടെ നാളെ ഇരിക്കാൻ പോകുന്നത് കൊയിലാണ്ടിയുടെ MLA പദവിയിലായിരിക്കുമെന്ന് ഉറപ്പല്ലേ? വാക്കല്ലേ? നിങ്ങൾ വാക്കല്ലേ? നിങ്ങൾ പറഞ്ഞതാണെന്ന് അനുഭവം കൊണ്ട് പഠിച്ച ഒരാളാണ് ഞാൻ.